നമസ്കാരം. മുസ്ലിങ്ങൾക്കാണ് രാജ്യത്തെ സ്വത്തിന്റെ പ്രാഥമിക അവകാശം എന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് എന്ന തന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രാഥമിക അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്ന് ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറയുന്നതായുള്ള വീഡിയോയാണ് നരേന്ദ്രമോദി പുറത്തുവിട്ടത്. ബീഹാറിലെ അരാരിയ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് മോദിയുടെ ഭാഗത്തു നിന്നും വളരെ പ്രധാനമായ അല്ലെങ്കിൽ പിന്നീട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിവാദമാക്കപ്പെട്ട ഈ പ്രസ്താവന ഉണ്ടായത്. ഇതോടുകൂടി മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള കോൺഗ്രസിന്റെ വാദം പൊളിഞ്ഞു പോവുകയായിരുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രം കോൺഗ്രസ് മുൻഗണന നൽകുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും. കഴിഞ്ഞ ആഴ്ച മുതൽ അവർ എന്നെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്ന് ഞാൻ അവരെ എല്ലാം വെല്ലുവിളിക്കുന്നു എന്നുകൂടി മോദി പറയുന്നുണ്ടായിരുന്നു. അതേസമയം തന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ അവഗണിച്ചുകൊണ്ട് മാധ്യമങ്ങൾ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിക്കുന്നുണ്ട്. മൻമോഹൻ സിംഗ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അത് പുറത്തുവിട്ടത് BJPയുടെ IT സെല്ലിന്റെ തലവനായ അമിത് മാളവിയാണ്. ഈ വീഡിയോ ദൃശ്യങ്ങൾ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. എന്തായാലും രാജ്യത്ത് ഹിന്ദുക്കളെ രണ്ടാം കിട പൗരന്മാരായാണ് കാണുന്നത്, മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കോൺഗ്രസിന്റെ കാലത്ത് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാണ് മോദി പറഞ്ഞു വെക്കുന്നത്. അതേ വാദത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുമുണ്ട്. ഏറെ വിവാദങ്ങൾ വന്നു മൂടിയിട്ടും നിലവിൽ എന്തായാലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.